കഴിഞ്ഞ ദിവസം ഞാനും ഫ്രണ്ട്സും എല്ലാവരും കൂടെ കൂടിയിട്ട് യോക്ക് കാണാനായിട്ട് പോയി. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാം. അവിടെ ഞങ്ങൾ 3 പേരാണ് പോയത്. പോയിട്ട് ചെന്നിറങ്ങിയപാടെ ഫസ്റ്റ് ട്രൈ ചെയ്തത് സാൻ സെബാസ്റ്റ്യൻസ് ചീസ് കേക്കാണ്. ഇതിനെക്കുറിച്ച് എനിക്കറിവുണ്ടായിരുന്നില്ല, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയായിരുന്നു. ഒന്നും പറയാനില്ല, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു എയർബിഎൻബി എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നു. ഒരു 1 ബെഡ്റൂമിൻ്റെത്, ബട്ട് മറ്റേ നല്ല 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 അടിപൊളി സ്ഥലമായിരുന്നു. അധികം റെസിഡൻഷ്യൽ ഏരിയയിലായിരുന്നു. അത് കഴിഞ്ഞ് നല്ല ഒരു ടോയ്ലറ്റ് ഉണ്ട്, കിച്ചൺ ഉണ്ടായിരുന്നു, ഗാർഡൻ ഉണ്ടായിരുന്നു. ഒരുപാട് ഗാർഡനിലൊക്കെ ഒത്തിരി സ്പേസ് ഒക്കെ ഉണ്ട്. റൂം അത്ര ഭയങ്കര വലുതാണെന്ന് പറയാൻ പറ്റില്ല, ഒരു ആവറേജ് റൂമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടെ രാത്രിക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഞങ്ങൾ തന്നെ കുക്ക് ചെയ്യാനായിരുന്നു പ്ലാൻ. നല്ല നല്ല ക്വയറ്റായിട്ടുള്ള ഏരിയ ആയിരുന്നു ന്യൂയോർക്കിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ അതിലൂടെയൊക്കെ കറങ്ങി നടന്ന് രാത്രി വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് റിലാക്സ് ചെയ്യാമെന്ന് വെച്ചു. ഗേൾസ് ട്രിപ്പിൻ്റെ പ്ലാൻ തന്നെ റിലാക്സ് ചെയ്യാനുള്ള പ്ലാനായിരുന്നു. എന്നിട്ട് നല്ല ഫണ്ണാണ് കേട്ടോ, അടിപൊളിയായിട്ട് ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് കുറച്ച് റീൽസൊക്കെ ചെയ്തു. റീൽസ് പിന്നെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. കുറച്ച് റീൽസൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി ഒരു വൈനൊക്കെ അടിച്ച് ഞങ്ങൾ കുറച്ച് റിലാക്സ് ഒക്കെ ചെയ്ത് കുറച്ച് ഫേസ് പാക്കൊക്കെ ഇട്ട് കുറച്ച് മലയാളം പാട്ടൊക്കെ വെച്ച് കുറച്ച് ഡാൻസൊക്കെ കളിച്ച് അടിപൊളിയായിരുന്നു. അന്ന് ഉറക്കമേ വരുന്നുണ്ടായിരുന്നില്ല. ഒരു 5 എങ്കിലും ആയി ഉറങ്ങാനായിട്ട്. 5 അല്ലെങ്കിൽ 4 എങ്കിലും ആയിക്കാണ് ഉറങ്ങാൻ. ഒന്നും പറയാനുണ്ടായിരുന്നില്ല, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് രാവിലെ എണീച്ച് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ ചായ വെരി ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നല്ല പ്രകൃതി മനോഹരമായ സ്ഥലത്തിരുന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ യോക്കിലെ മാർക്കറ്റിലോട്ട് ഇറങ്ങി. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ ഡ്രസ്സിങ് കോഡൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അത്യാവശ്യം നല്ല വെതറായിരുന്നു, മഴയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ലൊരു വെതറായിരുന്നു. നമ്മുടെ ഹാരി പോട്ടറിൻ്റെ സ്ട്രീറ്റിലൂടെയൊക്കെ നടന്നു. അത്യാവശ്യം ബിസി ആയിരുന്നു, എന്നാലും നമുക്ക് കുഴപ്പമില്ലാണ്ട് പോകാൻ പറ്റി. അവിടെ കുറേ ഷോപ്പ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. നല്ല ഹാരി പോട്ടർ ഫാൻസിനൊക്കെ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് കേട്ടോ. നമുക്ക് ഒത്തിരി നല്ല മെമ്മറീസ് ഉണ്ടാവും. ഒരുപാട് ഷോപ്പിങ്ങിന് ഒത്തിരി അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല 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 കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അതെല്ലാം കണ്ട് അതിലൂടെയൊക്കെ കുറച്ച് നേരം നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ വൈക്കിൻസ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അവിടെയൊക്കെ പോയി കുറച്ച് നേരം കുറച്ച് നേരം അവരുടെ ഡാൻസും പാട്ടൊക്കെ കണ്ടു. അവരുടെ കഥകളൊക്കെ കുറച്ച് നേരം കേട്ടു. കുറച്ച് അവരുടെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് കഴിഞ്ഞ് ഒരു ചർച്ചിൽ പോയി. യു കെയിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചർച്ചിൻ്റെ അകത്ത് കയറുന്നത്. അടിപൊളിയാണ്, നല്ല രസമുണ്ട്. അത്ര ഭയങ്കര വലിയ ചർച്ചൊന്നുമല്ല, ബട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചർച്ചായിരുന്നു. പിന്നെ ബട്ടർ ബിയർ, ആരെങ്കിലുമൊക്കെ യോർക്കിൽ പോവുകയാണെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് ബട്ടർ സ്കോച്ച് ബിയർ. വെരി അടിപൊളിയാണ്. പിന്നെ ഒത്തിരി ക്യാൻഡിൽസ്, അത് ക്യാൻഡിൽസ് ആണ് കേട്ടോ. നല്ല നല്ല ഭംഗിയുള്ള ക്യാൻഡിൽസ് ആണ്. ഫോർ എവർ നമ്മൾ ഒത്തിരി നാളെ നിലനിൽക്കാൻ പറ്റുന്ന കൂട്ടി ക്യാൻഡിലുകളാണ് കേട്ടോ. പിന്നെ കഴിച്ചത് ചോക്ലേറ്റിൻ്റെ ഷോർട്സ് ആണ്. അതും അടിപൊളിയായിരുന്നു. ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമില്ല കേട്ടോ. നമുക്ക് എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെൻസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ.
പിന്നെ പാഡിങ്ടൺ ബെയറിൻ്റെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇവിടെ ഞങ്ങൾ ഇതാ ഷംബേഴ്സ് മാർക്കറ്റാണ് കേട്ടോ. അവിടെ നിന്ന് പിന്നെ മ്യൂസിയം ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ പോയി കുറച്ച് നേരം. അവിടെ നിന്ന് കുറച്ചും കൂടെ നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ, അടിപൊളി സ്ഥലമാണ്. അവിടെ ഒത്തിരി ടൂറിസ്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിലൂടെയൊക്കെ നടന്നു. പിന്നെ ഒരു വലിയ കത്തീഡ്രൽ ഉണ്ടായിരുന്നു, അതിൽ ഞങ്ങൾ കയറിയില്ല കേട്ടോ. അതിൽ 20 പൗണ്ട് അതിൻ്റെ എൻട്രി ഫീസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പുറത്തുനിന്നുള്ള ഭംഗിയൊക്കെ അങ്ങ് ആസ്വദിച്ചിട്ട് പോന്നു. പിന്നെ രാത്രി ആയാലും അറിയാലോ, രാത്രി ആയാലും അടിപൊളിയായിരുന്നു രാത്രിയിൽ ലൈറ്റ്സ് ഒക്കെ കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് കുക്കിംഗ് ഒക്കെ ചെയ്തു. നല്ല ചിക്കനും ഗ്രില്ല് ചെയ്ത്, വെജിറ്റബിളും ഗ്രില്ല് ചെയ്ത്, പിന്നെ നെയിൽ പോളിഷ് ഡേ ആക്കി. കുറച്ച് നെയിൽ പോളിഷൊക്കെ എല്ലാവരും കൂടെ നടിച്ച് നല്ല ഭംഗിയായിരുന്നു. പിന്നെ സ്നാക്സ് ആയിട്ട് പഫ്സ് ഒക്കെ ഉണ്ടാക്കി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ രാവിലെ എണീറ്റ് പോരാൻ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന രംഗമാണിത്. അത് കഴിഞ്ഞ് ബായ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ പോന്നു. യോർക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് എല്ലാവരും ട്രെയിൻ കയറിയത്. അങ്ങനെ എല്ലാവരും ട്രെയിൻ കയറി അവരുടെ വഴികൾ പിരിഞ്ഞു. ബട്ട് ഇറ്റ് വാസ് എ വെരി നൈസ് എക്സ്പീരിയൻസ്. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഗേൾസ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്ന, ഗേൾസ് ട്രിപ്പ് ബോയ്സ് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്യൂ. വെരി അടിപൊളിയാണ്.